ചാണ്ടി ഉമ്മൻ, അതായത് മന്ത്രിസഭയിൽ 100% പോവേണ്ട ഒരാളായിരുന്നു ചാണ്ടി ഉമ്മൻ. നിർഭാഗ്യവശാലാണ് ചാണ്ടി ഉമ്മൻ മന്ത്രിയാവാത്തത്. എന്നാൽ നമ്മൾ ഷാഫി പറമ്പിലിനോട് എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാത്തത് എന്ന് ഷാഫി പറമ്പിലിനോട് ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിൽ ഒരു ഉത്തരം തരുന്നുണ്ട്. ആ ഉത്തരം ശരിയാണോ തെറ്റാണോ നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യണം. അതിനുശേഷം രാഹുൽ മാങ്കൂടത്തിലും, നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല രാഹുൽ മാങ്കൂടത്തിൽ, എന്നാലും രാഹുൽ മാങ്കൂടത്തിൽ കൂടി നമ്മുടെ ചാണ്ടി ഉമ്മനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ അഭിപ്രായവും നിങ്ങൾ പറയണം. അവർ പറയുന്ന ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് ആദ്യം അരുൺകുമാർ, അതായത് റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ ചില കാര്യങ്ങൾ മാറ്റി പറയാൻ തുടങ്ങി. പിണറായി വിജയൻ കാണിക്കുന്ന വൃത്തികേട് നല്ലതെന്ന് പറഞ്ഞ അരുൺകുമാർ നിലവിൽ അത് തെറ്റ്, വി ഡി സതീശൻ എന്റെ കരളിന്റെ കരളാണെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ദൃശ്യമുണ്ട്. അത് ആദ്യം ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ നമുക്ക് ആദ്യം അരുൺകുമാർ അതൊന്ന് കേട്ട് നോക്കാം. എന്തായാലും ഇനി മന്ത്രിക്ക് അടി കിട്ടിയാലും പോലീസ് അനങ്ങില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആടി ഒന്നൊന്നര അടിയായി പോയിട്ടു. ആ അടിയെ നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. എന്തൊരു വീശിയ അടിക്കുന്നത്. ഈ എ.ഡി. തോമസെ അവിടെ പോലീസുകാർ പിടിച്ചു മാറ്റി സൈഡിലേക്ക് കൊണ്ടുപോയതാണ്. അപ്പോഴാണ് വണ്ടി നിർത്തി ഈ മുഖ്യമന്ത്രിയുടെ കോൺവോയിലുള്ള പോലീസുകാർ ചാടി ഇറങ്ങി വന്നത് വലിയ ബാറ്റൺ കൊണ്ടടിക്കുന്നത്. ഇവരെന്താണ് മുഖ്യമന്ത്രി അപായപ്പെടുത്താൻ പോയി? ഒന്നുമില്ലല്ലോ, ഈ കറുത്ത കൊടി കാണിക്കാൻ പോയി. പോലീസുകാർ പിടിച്ചു മാറ്റും. വേണമെങ്കിൽ ആ സമയത്ത് ലാത്തിക്കൊണ്ട് താഴേക്ക് ഒരു അടിയും കൂടെ കൊടുത്തു പോയി കേൾപ്പടാ എന്ന് പറയും. എന്നതിനും അപ്പുറത്തേക്ക് ഇത് വന്ന് മൃഗീയമായി അടിക്കുകയാണ് രണ്ട് ചെറുപ്പക്കാരെ. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ വല്ലതും ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ അംഗീകരിക്കൂ? അത് ക്യാമറയുടെ കണ്ണിൽ പെടുക. യഥാർത്ഥത്തിൽ ഈ നവകേരള സദസ്സ് പാളിപ്പോയത് ഈ രക്ഷാപ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു നല്ല ഇനിഷ്യേറ്റീവായിട്ടാണ് നമ്മളൊക്കെ അതിനെ കണ്ടത്. നാട്ടിൽ പോകുന്നു, ഒരു ക്യാബിനറ്റ്, സഞ്ചരിക്കുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്ന ഒരു ആശയം, സഞ്ചരിക്കുന്ന ക്യാബിനറ്റിനെ നിർത്തിപ്പൊരിച്ച് കളഞ്ഞത് ഈ രക്ഷാപ്രവർത്തനമാണ്. മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു തള്ളലും രക്ഷാപ്രവർത്തനമാണ്. എടാ അരുൺകുമാർ, നീ മനുഷ്യനാണോ? അതായത് 2023 ഇങ്ങനൊരു സംഗതി നടക്കുമ്പോ അന്ന് അരുൺകുമാർ പറഞ്ഞത് അത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, രക്ഷാപ്രവർത്തനം എന്നാണ് അരുൺകുമാർ അന്ന് പറഞ്ഞത്. ഇന്ന് അരുൺകുമാർ എങ്ങനെ പറയുന്നു? എന്തൊരു മാറ്റിപ്പറച്ചിലാണ് അരുൺകുമാറെ. അരുൺകുമാറെ ഇങ്ങനെയും പേടിക്കണോ അരുൺകുമാറെ? അരുൺകുമാറെ ഒരു കാര്യം പറയാം, ഒന്നെങ്കിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം. പേടിച്ചിട്ട് ഇങ്ങനെ നാണമില്ല അരുൺകുമാറെ. എന്തായാലും അതായത് നമ്മുടെ വി ഡി സതീശന് പേടിയാണ് അരുൺകുമാറിന്. അരുൺകുമാറെ വളരെ വളരെ മോശം അരുൺകുമാറെ. അതായത് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ ശ്രമിച്ചത് ഈ പറഞ്ഞ അരുൺകുമാറാണ്. എല്ലാ ന്യൂസ് ചാനലും രാഹുൽ മാങ്കൂടത്തിന് കേസ് വന്നപ്പോൾ അത് കുറച്ച് കുറക്കുമ്പോൾ 24 മണിക്കൂറും രാഹുലിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തത്, എല്ലാ കാര്യങ്ങൾ ചർച്ച ചെയ്തത് ഈ പറഞ്ഞ അരുൺകുമാറാണ്. അതുകൊണ്ട് അരുൺകുമാറെ, നിനക്ക് കേരളത്തിന്റെ ജനങ്ങൾ മാപ്പ് തരത്തില്ല, നീ എന്ത് പറഞ്ഞാലും. ഓക്കെ നമുക്കെന്തായാലും ഷാഫി പറമ്പിലിനോട് ചോദിക്കാം, ചാണ്ടി ഉമ്മനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം, എന്തുകൊണ്ടാണ് മന്ത്രിസ്ഥാനം കൊടുക്കാത്തത്. അതിനുശേഷം രാഹുൽ മാങ്കൂടത്തിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി അർഹതയുള്ള ആളുകളും ഉണ്ട്, അർഹതയുള്ള പ്രദേശങ്ങളും ഉണ്ട്. പക്ഷെ ഇത്രയല്ലേ ഇതിന്റെ നമ്പർ ഉള്ളൂ. പിന്നെ ആ നമ്പർ അനുസരിച്ച് UDF എടുക്കാവുന്ന ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. അതിൽ കൂടുതൽ ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല. UDF തീരുമാനമല്ലേ. കോഴിക്കോടിന് അവകാശപ്പെട്ടതെല്ലാം പിടിച്ചു വാങ്ങാൻ അവിടുത്തെ MLA ശക്തരാണ്. അവർക്കെല്ലാവർക്കും നല്ല ഇൻഫ്ലുവൻസ് ഈ മിനിസ്റ്റേഴ്സിലും ബാക്കി ആളുകളിലും ഗവൺമെന്റിലും എല്ലാം ഉണ്ട്. അപ്പം അതിനുണ്ട് കൂട്ടായ പരിശ്രമം ഉണ്ടാവും. കോഴിക്കോടിന്റെ വികസന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു കുറവും വരാതെ നോക്കാൻ ഒരു ടീമായിട്ട് ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യും. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും അർഹരായ ആളുകളും ഉണ്ട്, അർഹതപ്പെട്ട പ്രദേശങ്ങളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ഞാൻ ഷാഫി പറമ്പിലിനോട് ഒരു കാര്യം പറയാം. ഈ ജയം, അതായത് കോൺഗ്രസിന് 102 സീറ്റ് കിട്ടുന്നതിൽ പ്രധാന ഒരു കാരണം ഈ പറഞ്ഞ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട്, ഉറങ്ങാതെ പണിയെടുത്തിട്ടുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷേ എൻ്റെ പൊന്നു ഷാഫിയെ ഒരു കാര്യം പറയുകയാണ്, ആരാണ് ചാണ്ടി ഉമ്മൻ? ചാണ്ടി ഉമ്മന് എന്തായാലും മന്ത്രിസ്ഥാനം കൊടുക്കണമായിരുന്നു. ഒരു മന്ത്രിസ്ഥാനം വേറെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും മാറ്റി നിർത്താമായിരുന്നു. എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മന് കൊടുക്കുക? അത് വളരെ വളരെ തെറ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അദ്ദേഹം നല്ലൊരു നേതാവാണ്. അദ്ദേഹത്തിന് ഒരു കായിക മന്ത്രിയോ അങ്ങനെയുള്ള നല്ലൊരു മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു ഷാഫി പറമ്പിൽ. എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഷാഫി പറമ്പിൽ ഈ പറഞ്ഞത് ശരിയാണോ? ഷാഫി പറമ്പിലിന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നോ? അല്ല ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന്? ഞാൻ ഷാഫി പറഞ്ഞത് തെറ്റ്, ഞാൻ പറഞ്ഞത് ശരിയൊന്നും പറയുന്നില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ചാണ്ടി ഉമ്മൻ, അച്ചൂമ്മനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരാണ് അച്ചൂമ്മൻ? ചാണ്ടി ഉമ്മന്റെ പെങ്ങളാണ് അച്ചൂമ്മൻ. ഉമ്മൻചാണ്ടി സാറിന്റെ ഇളയ മോളാണ് അച്ചൂമ്മൻ. ആ അച്ചൂമ്മനെ കുറിച്ചിട്ട് ചാണ്ടി ഉമ്മൻ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം.
അച്ചുമ്മനെ കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട്. അച്ചുമ്മൻ രാഷ്ട്രീയം വേണ്ടാന്ന് വെച്ച് വിദേശത്ത് തന്നെ നിൽക്കുന്ന ഒരാളാണോ, അല്ല രാഷ്ട്രീയത്തിലേക്ക് ഒരു താല്പര്യമില്ലാത്ത ഒരാളാണോ? എനിക്കിപ്പോൾ അവരുടെ അഭിപ്രായം എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഞാൻ അവർക്ക് വേണ്ടി അങ്ങനെ സംസാരിക്കും, രണ്ടുപേർക്കും അങ്ങനെ സംസാരിക്കും. നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണം. മരവിന്റെ കാര്യത്തിൽ അങ്ങനെ സ്ഥാനാർത്ഥി ആയേക്കും എന്നൊക്കെ പറഞ്ഞ് ചെങ്ങന്നൂർ അത് നിങ്ങൾ സംസാരിക്കും. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാനങ്ങനെ അവരുടെ കാര്യം പറയും. പാർട്ടി പറയട്ടെ, എല്ലാവരും പറയട്ടെ. എന്ത് മനോഹരമായ ഉത്തരമല്ലേ. അതായത് ഇത് എന്തിനു ചോദിക്കുന്നു എന്നല്ലേ. അവൾക്ക് വേണ്ട, അവൾ വേണമെങ്കിൽ പഠിക്കട്ടെ എന്ന് ചാണ്ടിയുമ്മന്റെ വായിൽ നിന്ന് വീണാൽ അതിനെ വളച്ചുടച്ച് അരുൺകുമാർ വാർത്ത കൊടുക്കും. ചാണ്ടിയുമ്മൻ സ്വന്തം പെങ്ങളെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടുന്നുണ്ട് എന്നാണ് അരുൺകുമാർ ഒക്കെ ഇപ്പൊ കാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഉള്ള മന്ത്രിമാർക്കൊക്കെ മൈക്ക് കൊടുത്തിട്ട് എന്തൊക്കെയോ വൃത്തികെട്ട ചോദ്യമാണ് ഈ വൃത്തികെട്ട മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം പറയാൻ പൊന്നു മനുഷ്യന്മാരെ, മുഖ്യധാരാ മാധ്യമങ്ങളെ ഞാൻ വിമർശിക്കുന്നതല്ല. അവർ കൊടുക്കുന്നത് ഇപ്പോ ഒരു ചെറിയ ഒരു രോഗം വന്നാൽ, ഒരു രോഗം പടർന്നാൽ അവരതിനെ വലിയ എന്തെങ്കിലും ആക്കും. അതിന് ചെറിയൊരു എക്സാമ്പിള്, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തില് ഇറാന് സൗദി അറേബ്യ ഈ പറയുന്ന ദുബായ് ഒക്കെ ആക്രമിക്കുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്താണ് പറയുന്നത്? ദുബായ് തീർന്നു, ഈ പറയുന്ന സൗദി അറേബ്യ തീർന്നു. നമ്മളെ ചേട്ടന്മാരോ അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരോ ഈ പറയുന്ന ദുബായിൽ പോയിട്ട് പണിയെടുക്കുന്നുണ്ടാവും. നമുക്ക് എത്ര പേടിയാവും. മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കുന്നത് വളരെ വളരെ തെറ്റാണ്. റിച്ചിന് വേണ്ടിയിട്ട് അവിടെ തീ പിടിച്ചു, മറ്റത് പിടിച്ചു, മറിച്ചത് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുന്നു. അതിനുശേഷം അത് ഞങ്ങൾക്ക് കിട്ടിയ വ്യാജ വാർത്ത എന്ന് പറയുന്നത് വളരെ വളരെ തെറ്റാണ്. അരുൺകുമാറിനോടൊക്കെ ഞാൻ പറയുന്നു, വാർത്ത കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം വാർത്ത കൊടുക്കാൻ. ഓക്കെ, നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ ഈ കേരളത്തിലെ എംഎൽഎമാർക്ക് എല്ലാവർക്കും ക്ഷണമുണ്ട്. നീ ആരാ ക്ഷണിച്ചതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ 3.5 കോടി മലയാളികളെ കഴിഞ്ഞ ദിവസം ശ്രീ വി ഡി സതീശൻ ക്ഷണിച്ചിരുന്നു. പാസ് എംഎൽഎമാരുടെ പാസ്സും ഉണ്ട്. സന്തോഷമുള്ളത്, കാരണം എങ്ങാനും എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തോറ്റു എന്ന് പറഞ്ഞേനെ. ഇപ്പം എന്തായാലും ജയിക്കുമ്പോൾ അത് പറഞ്ഞില്ല എങ്കിലും എനിക്കൊരു വലിയ റിലീഫാണ് സത്യത്തിൽ. പിന്നെ സന്തോഷമുള്ള കാര്യമാണ്, കാരണം ഇപ്പോൾ ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നൊരു വലിയ അവസരമാണ്. അതെനിക്ക് പാർട്ടി തന്നു. അതിനേക്കാൾ ഞാൻ എൻജോയ് ചെയ്യുന്നത് രാഷ്ട്രീയം പറയുന്നതിനകത്താണ്. അതിപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ശേഷം നമ്മുടെ മണ്ഡലം ജയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. 10 വർഷക്കാലമായി കേരളത്തിലെ UDFന്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തെരുവിൽ നീതി നിഷേധത്തിനെതിരായിട്ട് വലിയ സമരമായിരുന്നു. ആ സമരത്തിന് ജനം നൽകിയ അംഗീകാരമായിട്ടാണ് ഈ 102 ഉജ്ജ്വല ഭൂരിപക്ഷത്തോടു കൂടിയ മന്ത്രിസഭയെ കാണുന്നത്. ആ നീതി നിഷേധം ജനങ്ങൾ നേരിട്ടിരുന്നു. ആ നീതി ജനങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസമാണ്. ടീം UDF തകർത്തു, ടീം കേരളം ഒരുമിച്ച് നിന്ന് ഒരു ദുഷ്ഭരണത്തെ തകർത്തു എന്ന് പറയുന്നത് കുറച്ചുകൂടെ ശരിയാണ്. ഗംഭീരമായ മന്ത്രിസഭയാണ്, കാരണം എക്സ്പീരിയൻസും ചെറുപ്പവും പുതുമുഖവും എല്ലാം കൂടെ ബ്ലെൻഡായിട്ടുള്ള മന്ത്രിസഭയാണ്. ഒരു പുതുമുഖം മുഖ്യമന്ത്രിയായി തന്നെ കടന്നു വരുന്നു, ഒരു പുതുമുഖ മന്ത്രിസഭ ഉണ്ടാകുന്നു, ഒരു പുതുയുഗ കേരളം ഉണ്ടാകുന്നു, ലീഡർഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. കാരണം ഇതുവരെ കേരളം ഭരിച്ചിരുന്നത് 80s ലീഡേഴ്സായിരുന്നു. അവിടെ നിന്നൊരു ലീഡർഷിപ്പ് ട്രാൻസ്ഫോർമേഷനാണ് പുതിയ ടീമിലൂടെ ഉണ്ടാകുന്നത്. പ്രോ കോൺഗ്രസ് ആയ മുഴുവൻ ആളുകളും നമ്മളെല്ലാവരും മന്ത്രിസഭയിലായി. ഇത് ഞങ്ങളെല്ലാവരും മന്ത്രിമാരാണെന്നുള്ളൊരു ഫീലിലാണ്. 102 മന്ത്രിമാരല്ല, കേരളത്തിലെ 3.5 കോടി മന്ത്രിമാരാണ് ഉള്ളത്. അപ്പോൾ ആ മന്ത്രിസഭയിൽ PT ബൽറാമും ചാണ്ടി ഉമ്മനും എല്ലാവരും ഉണ്ട്. അവരേറ്റവും ഏബിളും എഫിഷ്യൻറ്റുമാണ്. അതുകൊണ്ടാണല്ലോ വലിയ ഭൂരിപക്ഷം നൽകി തൃത്താലയിലും പുതുപ്പള്ളിയിലുമൊക്കെ MLA-മാരായി അവർ കടന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ആരാണ് രാഹുൽ മാങ്കൂടത്തിൽ? അത് 2 മിനിറ്റ് എന്തായാലും ഞാൻ പറയും. അതിനുശേഷം ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഉടമകൾ സമരത്തിലാണ്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് ബസ് ഉടമകള് സമരത്തിലാണ്. ചില പ്രൈവറ്റ് ബസ്സിന്റെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വെച്ചു തരാം. അതിനു മുമ്പ് ആരാണ് രാഹുൽ മാങ്കൂടത്തിൽ? റിണി എന്ന ഒരു പെണ്ണ് കാരണം കരിയർ തന്നെ ഇല്ലാതായ ഒരു നല്ലൊരു നേതാവാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിൽ. റിണി എന്നവൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂടത്തിൽ പാലക്കാടിന്റെ MLA പോരാത്തതിന് വലിയൊരു മന്ത്രിയായനെ. എല്ലാത്തിനും കാരണം ആ റിണിയാണ്. പാവപ്പെട്ട നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന് നീതി കിട്ടട്ടെ. രാഹുൽ മാങ്കൂടത്തിൽ തെറ്റുകാരനല്ല എന്ന് എത്രയും പെട്ടെന്ന് കോടതി പറയട്ടെ. നമ്മുടെ VD സതീശൻ നമ്മുടെ രാഹുൽ മാങ്കൂടത്തിനെ തിരിച്ച് പാർട്ടിയിൽ എടുക്കണമെന്നും, അതായത് VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോടതി എന്ന് രാഹുൽ മാങ്കൂടത്തിൽ കുറ്റക്കാരനല്ല എന്ന് പറയുന്നു അന്ന് 2 കൈയും നീട്ടി ഞാൻ രാഹുൽ മാങ്കൂടത്തിനെ സ്വീകരിക്കാമെന്ന് കോടതി തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വിശ്വാസമുണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ ഉടൻ തന്നെ തിരിച്ചു വന്നിട്ട് ഇനി വരുന്ന ഇലക്ഷനിൽ രാഹുൽ മാങ്കൂടത്തിന് സീറ്റ് കിട്ടിയിട്ട് രാഹുൽ മാങ്കൂടത്തിൽ വലിയൊരു നേതാവാവും. അതിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, പ്രൈവറ്റ് ബസ് ഉടമകൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സ്ത്രീകൾ കയറിയില്ലെങ്കിൽ ഈ വ്യവസായം പൂട്ടി പോകേണ്ടി വരും. പക്ഷെ ഇത് ഒറ്റയടിക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ബസ് സ്ഥാനം സ്തംഭിച്ചു പോകും.
ഈ പ്രസ്ഥാനം പൂട്ടിക്കെട്ടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയൊക്കെ ആകും ദൈവം തമ്പുരാനെ അറിയത്തുള്ളൂ. നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ ഫ്രീ യാത്ര പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ മന്ത്രിസഭ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പ്രൈവറ്റ് ബസ്സുകാരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? ഞങ്ങൾക്കും ഇതന്നെ പറയാനുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തൊഴിൽ മേഖലയിലും ഈ സ്ത്രീകൾ കയറുന്നതാണ്. അതുകൊണ്ട് സ്ത്രീകൾ കയറിയില്ലെങ്കിൽ ഈ വ്യവസായം പൂട്ടി പോകേണ്ടി വരും. പരിപാടിയൊക്കെ ആണ്. പക്ഷേ പിന്നെ ഒരു സൈഡില് ചില ആൾക്കാർക്ക് ദോഷമാണ്, ഒരു സൈഡില് ലാഭമാണ്. പ്രൈവറ്റ് ബസ്സിൽ നിന്നുള്ളവരെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, മൊത്തത്തിൽ കളക്ഷൻ ഇല്ലാണ്ടാവും. പ്രൈവറ്റ് ബസ്സിന്റെ കാര്യത്തിൽ മൊത്തത്തിൽ അവതാളത്തിലാവും. കൂടുതലും സ്ത്രീകളാണ് കയറുന്നത്. ആണുങ്ങന്മാർ ഇപ്പൊ ചെക്കന്മാരായിക്കോട്ടെ വലിയ ആൾക്കാരായിക്കോട്ടെ എല്ലാവരും ബൈക്ക്, സ്കൂട്ടി അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അധികം ആൾക്കാരും കയറുന്നത് സ്ത്രീകളാണ്. പ്രൈവറ്റ് വണ്ടിയിൽ അധികം കയറില്ല. ഇപ്പൊ KSRTC ഇപ്പോ സ്ത്രീകൾക്കുള്ള ഇത് ഓർക്കുവാണെങ്കിൽ തന്നെ ഇപ്പൊ ഈ ബസ് പ്രസ്ഥാനം നിന്ന് പോകുന്നത് ഫ്രീ കൊടുക്കുന്നതാണ് ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം വിജയിക്കുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ സ്ത്രീകളുടെ യാത്ര സൗജന്യമായി കഴിയുമ്പോൾ പുരുഷന്മാർ മാത്രമേ യാത്ര ചെയ്യാനായിട്ട് സഹകരിക്കുകയുള്ളൂ. അപ്പോൾ സ്ത്രീകളെല്ലാം KSRTCയിലേക്ക് ആകും. നമുക്ക് ഈ ഒരു പ്രസ്ഥാനം നിലനിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത്. വിദ്യാർത്ഥികൾക്ക് സൗജന്യയാത്രയും കൊടുത്ത് പിന്നെ ഇപ്പം പറഞ്ഞ ഒരു പ്രായപരിധി വെച്ചിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാതെ അത്രയും നല്ലതാണ്. മുതിർന്നവർക്ക് സൗജന്യയാത്ര, പിന്നെ അതേപോലെ രോഗികൾക്ക് സൗജന്യയാത്ര, അങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ല. യാത്രക്കാരാണ് നമ്മൾക്ക് കൂടുതലുള്ളത്. അവര് യാത്ര നമ്മുടെ പ്രൈവറ്റിൽ നിന്ന് ഒഴിവായാൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. പിന്നെ KSRTC ഇപ്പോ അനിശ്ചിതകാലമായിട്ട് ഓടോന്ന് പറയാനും പറ്റില്ല. കാരണം ഇത് ഇതിപ്പോ ഡീസലൊക്കെ അടിച്ചിട്ട് ഇത് ഓടണ്ടേ. നടക്കട്ടെ. എന്തായാലും അത് പ്രൈവറ്റ് മേഖലയെ ശരിക്കും ബാധിക്കുന്നതാണ്. അപ്പൊ അതിനെതിരെ ഈ വ്യവസായത്തിൽ പെട്ടവര്, അതായത് ഓണേഴ്സൊക്കെ